الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. واحد في أسمائه، واحد في صفاته، واحد في ذاته، ليس كمثله شيء وهو السميع البصير. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. اتقوا الله عباد الله. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽബറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നമ്മോട് ഏറെ സ്നേഹമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സുഫുകളിൽ ഒരുപാട് വിടവ് കാണുന്നുണ്ട്. പിറകിലിരിക്കുന്ന കുട്ടികളൊക്കെ സ്വഫിലേക്ക് കയറിയിരിക്കും. ശാരീരിക പ്രയാസമില്ലാത്ത എല്ലാ ആളുകളും സ്വഫിലേക്ക് കയറിയിരിക്കും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, വീടിന്റെ ചുമരിൽ തൂക്കിയിട്ട കലണ്ടർ മാറ്റി പുതിയ ഒരു കലണ്ടർ സ്ഥാപിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് പോയിട്ടുള്ളത്. അഥവാ 2024 നമ്മിൽ നിന്ന് വിട പറഞ്ഞ് പുതിയ ഒരു വർഷത്തെ വരവേൽക്കുവാനിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഈ ഒരു സന്ദർഭത്തിൽ എത്രയോ ആളുകൾ ന്യൂ ഇയർ ആഘോഷിക്കുവാനുള്ള തിടുക്കത്തിലാണ്. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, അതിനു വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ, അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ, സാമ്പത്തികമായ ശേഖരങ്ങളെല്ലാം തുടങ്ങി വെച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ്.
പ്രിയപ്പെട്ടവരെ, ഈ ഒരു സന്ദർഭത്തിൽ ഒരു പുതിയ വർഷം നമ്മിലേക്ക് വരുമ്പോൾ ഒരു വിശ്വാസി എന്ന നിലക്ക് പരലോകത്തെ ആഗ്രഹിക്കുന്ന, നരകത്തെ ഭയപ്പെടുന്ന, മരണത്തെ പേടിക്കുന്ന, ഖബറിൽ പോയി കിടക്കണമല്ലോ എന്ന് ചിന്തിക്കുന്ന, റബ്ബിന്റെ മുമ്പിൽ പടച്ചോനെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുമല്ലോ എന്നാലോചിക്കുന്ന വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്തെന്നറിയും പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 60ഉം 70ഉം 80ഉം വയസ്സ് വരെയൊക്കെ ഈ ദുനിയാവിലൂടെ നമ്മളെ കൊണ്ടുപോകുമ്പോൾ എത്ര വയസ്സാണെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു പുതിയ വർഷം നമ്മിലേക്ക് വരുമ്പോ ഞാൻ എന്റെ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തുള്ള ആ മരണത്തെ നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വർഷം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ, ഈ ഒരു മാസത്തിലൂടെ തന്നെ നമ്മൾ കണ്ണോടിച്ചു നോക്കുമ്പോൾ എത്രയെത്ര മരണ വാർത്തകളാണ് നമ്മൾ കേട്ടറിഞ്ഞത്, നമ്മൾ കണ്ടറിഞ്ഞത്. ഈ ഒരു ദിവസം പോലും, ഇന്നുപോലും വാഹനാപകടം പല സ്ഥലങ്ങളിലും സംഭവിച്ചതായി വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ വായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യുവാക്കളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അക്സിറൂ ദിക്റ ഹാദിഹിൽ ലദ്ദാത്ത്, എല്ലാവിധ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന, എല്ലാവിധ സുഖാനുഭൂതികളെയും മുറിച്ചു കളയുന്ന ആ മരണത്തെക്കുറിച്ച് നിങ്ങൾ വല്ലാതെ നിങ്ങൾ ആലോചിക്കണേ എന്നുള്ളതാണ്. ഏതൊക്കെ സന്ദർഭങ്ങളിലൂടെ നീ പോകുന്നുണ്ടോ, ഏതൊക്കെ അവസ്ഥകളിലൂടെ ദുനിയാവിലൂടെ നീ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ, നീ എത്ര വലിയ ആരോഗ്യവാനായാലും, നീ എത്ര വലിയ പണ്ഡിതനായാലും, പാമരനായാലും, പണക്കാരനായാലും, പണിക്കാരനായാലും, എത്ര വലിയ സമ്പത്തിന്റെ ഉടമയായാലും ആ മരണം നിന്റെ ജീവിതത്തിലേക്ക് എത്തിപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പ്രിയപ്പെട്ടവരെ, അഅമാറു ഉമ്മത്തി മാ ബൈന 60 ഇല 70. എന്റെ സമുദായത്തിന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ അത് 60നും 70നും ഇടക്ക് വെച്ചുകൊണ്ട് മാത്രമാണ്. അതിനേക്കാൾ കൂടുതൽ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളില്ലേ, അത് പടച്ച റബ്ബ് അവർക്ക് കൊടുക്കുന്ന ഒരു ഫളാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഏത് സന്ദർഭത്തിലും ആ മരണത്തിന്റെ മുമ്പിൽ എത്തിപ്പെടുമെന്നുള്ള ബോധം നമുക്കുണ്ടാകണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നബിയെ പറഞ്ഞു കൊടുക്കുക, നബിയേ, ഏതൊരു മരണത്തിൽ നിന്നാണോ അവർ ഓടി അകലുന്നത് ആ മരണവുമായി അവർ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്നാണ്. ഒരാൾക്ക് നമ്മെ സഹായിക്കാൻ, രക്ഷപ്പെടുത്താൻ കഴിയാത്ത ഒരു രംഗം, നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന രംഗം. പ്രിയപ്പെട്ടവരെ, ആ മരണത്തിലേക്ക് നമ്മൾ അടുക്കുകയാണെന്നുള്ള ചിന്ത നമുക്ക് വേണം. ഇതൊക്കെ കേട്ടിട്ടും പറഞ്ഞിട്ടും പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിന്റെ നശ്വരമായ ജീവിതത്തിലൂടെ നടന്നു പോകുമ്പോ ഇവിടെയുള്ള സുഖങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത മനുഷ്യരില്ലേ, ഇവിടെയുള്ള അവസ്ഥകൾക്ക് പ്രാധാന്യം കൊടുത്ത മനുഷ്യർ വിലപിക്കുന്ന രംഗമുണ്ട്. പരിശുദ്ധ ഖുർആൻ കൃത്യമായി കൊണ്ടതെടുത്തു പറഞ്ഞു, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ്സാലിഹീൻ. മനുഷ്യന്റെ വല്ലാത്ത ഒരു നിസ്സഹായാവസ്ഥ,
പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 2025 നമ്മൾ പ്രവേശിക്കുമെന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല. നാളെ നമ്മൾ ഉണ്ടാകുമോ എന്ന് പറയാൻ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മരണം അവന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് ബോധ്യമാവുകയാണ്, റബ്ബേ ഇതെന്റെ വേർപാടാണല്ലോ, ഇതെന്റെ അവസാനത്തെ നിമിഷമാണല്ലോ, ഇനി എനിക്ക് അമൽ ചെയ്യുവാനുള്ള അവസരമില്ലല്ലോ, ഇനി എനിക്ക് ജുമയിൽ പങ്കെടുക്കുവാനുള്ള അവസരമില്ല, ഇനി എനിക്ക് മാതാപിതാക്കളെ പരിപാലിക്കുവാനുള്ള അവസരമില്ല, എന്റെ ബാധ്യതകൾ എനിക്ക് നിർവഹിക്കുവാനുള്ള അവസരമില്ല എന്നവൻ മനസ്സിലാക്കുമ്പോൾ അവൻ റബ്ബിനോട് പറയുന്നു, പടച്ചോനെ കുറച്ചു നേരം എന്നെ ഒന്ന് വിട്ടുതരുമോ അല്ലാഹ്, നന്മകൾ ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല ആളായി ഞാൻ ജീവിച്ചു കൊള്ളാം. പരിശുദ്ധ ഖുർആൻ മറ്റൊരു ഭാഗത്ത് റബ്ബ് പറഞ്ഞതെന്താ? കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, ഒരിക്കലുമില്ല, അതാ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. അപ്പോ ആ മരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങി നിൽക്കണം. ആഘോഷങ്ങളിൽ പങ്കെടുക്കുക എല്ലാ വിശ്വാസികളുടെ സ്വഭാവം അനുഗ്രഹിക്കുവാനാകട്ടെ. സ്വാഭാവികമായും പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുനിയാവുണ്ടല്ലോ, നമ്മെ വഞ്ചിക്കുന്ന ഒരു വഞ്ചനാ ചരക്കാണ്. പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഈ ദുനിയാവിലെ ജീവിതം എന്നുള്ളത് മനുഷ്യരെ നിങ്ങളെ വഞ്ചിപ്പിക്കുന്ന ഒരു വഞ്ചനാ ചരക്ക് മാത്രമാണ് എന്ന്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുമ്പോൾ നിസ്കാരം ഒഴിവാക്കി, നിർബന്ധ ബാധ്യതകൾ ഒഴിവാക്കി, ദിക്റുകളും ദുആകളും ഒക്കെ ഒഴിവാക്കി ദുനിയാവിന്റെ പിന്നാലെ മണ്ടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താ പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ? അവൻ ആഖിറത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ദുനിയാവിനാണ് എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുനിയാവിനെ ദുനിയാവിന്റെ രൂപത്തിലും പരലോകത്തെ പരലോകത്തിന്റെ രൂപത്തിലും കാണാൻ വിശ്വാസിക്ക് സാധ്യമാകേണ്ടതുണ്ട്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഷോൾഡറിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഇങ്ങനെ വെച്ചു. എന്നിട്ട് ആ മോനോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബുൻ ഔ ആബിറുസ് സബീൽ. നമ്മളൊക്കെ വിശ്വാസികളെ മനഃപ്പാഠമാക്കി വെക്കേണ്ടുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ്. ഈ ദുനിയാവിൽ നീ ആകേണ്ടത് ഒരു അപരിചിതനെ പോലെയാണ്, ഒരു അപരിചിതനെ പോലെ നീ ജീവിക്കണം. ഔ ആബിറുസ് സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ നീ ആകണമെന്നുള്ളതാണ്. ഒരു ബന്ധമില്ലാത്ത രൂപത്തിൽ, അല്ലെ? ഒരു വഴിയാത്രക്കാരന്റെ പ്രത്യേകത എന്താ? അദ്ദേഹം തന്റെ യാത്രയിൽ കുറച്ചു നേരം വിശ്രമിക്കും, പിന്നെ അദ്ദേഹം യാത്ര തുടരും. വലിയ പ്രതീക്ഷകളൊന്നുമില്ല. ആ രൂപത്തിൽ ഈ ദുനിയാവിൽ നീ ജീവിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയാണ്, ഇദാ അംസൈത ഫലാ തൻതളിരിസ് സ്വബാഹ്. നീ എങ്ങാനും പ്രദോഷത്തിലെത്തിയാൽ, നീ എങ്ങാനും വൈകുന്നേരത്തിലേക്ക് എത്തിയാൽ, ഫലാ തൻതളിരിസ് സ്വബാഹ്, ഒരിക്കലും നീ പ്രഭാതത്തെ പ്രതീക്ഷിച്ചു പോകണ്ട. വൈകുന്നേരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നാളെ രാവിലെ പ്ലാനിങ് ഉണ്ടാകും. ജോലിക്ക് പോകണം, മറ്റേതിൽ പങ്കെടുക്കണം, അവിടെ പോണം, ഇവിടെ പോണം ഒക്കെ ഉണ്ടാകും. പക്ഷേ നീ അത് പ്രതീക്ഷിച്ചു കൊള്ളേണ്ടതില്ല. പ്രഭാതത്തിലെത്തിക്കഴിഞ്ഞാൽ നീ ഒരിക്കലും പ്രദോഷത്തെയും നീ പ്രതീക്ഷിക്കേണ്ടതില്ല. രാവിലെ എത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരത്തെയും നീ പ്രതീക്ഷിക്കേണ്ടതില്ല. ഏത് സമയവും ഏത് സന്ദർഭത്തിലും നീ ലോകത്തോട് വിട പറഞ്ഞു പോകുമെന്നാണ് ആ വചനങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. അതുകൊണ്ട് ദുനിയാവിൽ ജീവിക്കുന്ന വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നാളേക്ക് വേണ്ടി ഞാൻ എന്തൊരുക്കി വെച്ചു. ഒരു വർഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ നമുക്ക് നൽകാന്ന് പറഞ്ഞാൽ ചില്ലറ വിഷയമാണോ?
ആ ഒരു വർഷത്തിൽ എത്രയെത്ര നന്മകളാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയേണ്ടത്. എത്രയെത്ര ജുമകളിൽ നമ്മൾ പങ്കെടുത്തു. പരിശുദ്ധമായ റമദാൻ നമുക്ക് കിട്ടി. സാമ്പത്തികമായ ഭദ്രത പടച്ച റബ്ബ് നൽകി. ഹജ്ജും ഉംറയും നിർവഹിക്കുവാനുള്ള അവസരം നൽകിയിട്ട് അത് ചെയ്യാതിരുന്നാൽ, സാമ്പത്തികമായും ശാരീരികമായും അതിനുള്ള അവസ്ഥ ഒത്തിണങ്ങി വന്നിട്ട് പോലും ആ കർമ്മം നമ്മൾ നിർവഹിച്ചിട്ടില്ല എങ്കിൽ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. അതുപോലെ ഓരോ അമലുകളിൽ നിങ്ങൾ എടുത്തു പരിശോധിച്ചു. എത്രയെത്ര അമലുകളിലാണ് മുന്നേറാൻ കഴിഞ്ഞത്. ഏതൊക്കെ തിന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആദമിന്റെ സന്തതികളെല്ലാം തെറ്റ് ചെയ്യുന്ന ആളുകളാണ്, സംഭവിച്ചു പോകും. പക്ഷേ ആ തെറ്റ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യരാണെന്നറിയുമോ? ചെയ്തു പോയ തെറ്റിനെ റബ്ബിലേക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങുന്നവനാണ്. ആ രൂപത്തിൽ തൗബ ചെയ്ത് മടങ്ങാൻ നമുക്ക് സാധ്യമാകണം. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. ഏ സത്യവിശ്വാസികളെ, റബ്ബിന്റെ വിളിയൊന്നു നോക്കൂ. പ്രിയപ്പെട്ടവരെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എത്രയോ ചെറുപ്പക്കാരായ യുവാക്കളെ കാണാൻ നമുക്ക് സന്തോഷമാണ്. കാരണം എന്താ അറിയോ? അവരുടെ ജീവിതത്തിൽ എല്ലാം കൃത്യമാണ്. അവരുടെ ജീവിതത്തിൽ നമസ്കാരം ഉണ്ടാകും, അതുപോലെ എല്ലാ ബാധ്യതകളും അവർ നിർവഹിക്കും. എന്നാൽ വൈകുന്നേരം അവർക്ക് ടർഫിൽ അവർക്ക് കളി ഉണ്ടാകും. എല്ലാം കൃത്യമാണ്, എല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷെ മറ്റു ചില യുവാക്കളുണ്ട്, അവര് വെറും കളി മാത്രം. നമസ്കാരമില്ല. പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യാല സ്വലാത്ത്, നമസ്കാരത്തിലേക്ക് വരൂ, ഹയ്യാലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ എന്നുള്ള വിളിനാദം കേൾക്കുമ്പോ വീണ്ടും വീണ്ടും കളി തുടരുവാനുള്ള ആവേശമാണ് പലർക്കുമുള്ളത്. യുവാക്കളെ, അതൊക്കെ ആ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷത്തിൽ നിന്ന് അതൊക്കെ നമ്മൾ മാറണം. ഉള്ള പറഞ്ഞ വാചകത്തിലേക്ക് നമുക്ക് കിടക്കാലോ. എന്താ റബ്ബ് പറഞ്ഞത്? ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. നാളേക്ക് വേണ്ടി എന്താണ് ഓരോരുത്തരും ഉണ്ടാക്കിയതെന്നവൻ ആലോചിച്ചു കൊള്ളട്ടെ. പരലോകത്തിലേക്ക് എത്തി നിൽക്കുമ്പോ ഇന്ന് ഭക്ഷണം തന്ന മാതാവ് നാളെയില്ല, ഇന്ന് സഹനത്തിന്റെയും സന്തോഷത്തിന്റെയും അനുഭവങ്ങൾ പറഞ്ഞു തന്ന ഭാര്യയില്ല, ഭർത്താവില്ല, മക്കളില്ല. മറിച്ച് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന രംഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ് എന്നല്ല, സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ എത്ര ലോക്കിട്ട് എത്ര ആപ്പുകൾ നമ്മൾ കയറ്റി വെച്ചാലും ഒരു പക്ഷേ കൂട്ടുകാരനെ കണ്ടുപിടിക്കാൻ കഴിയൂല, ഭാര്യക്ക് മനസ്സിലാക്കാൻ കഴിയൂല, ഭർത്താവിന് മനസ്സിലാക്കാൻ കഴിയൂല. പക്ഷേ നമ്മൾ ഇമവെട്ടുന്ന ഒരു മൈക്രോ സെക്കൻഡ് പോലും പ്രിയപ്പെട്ടവരെ റബ്ബിന്റെ കിതാബിൽ സൂക്ഷ്മമായി അവിടെ രേഖപ്പെടുത്തി വെക്കുമെന്നുള്ളതാണ്. റബ്ബ് നാളെ കാണിച്ചു തരും, ഇതൊക്കെ നീ ചെയ്തതല്ലേ, ഇതൊക്കെ നിന്നിൽ സംഭവിച്ചു പോയതല്ലേ എന്ന് പറയുമ്പോ മനുഷ്യരായ നമ്മൾ സമ്മതിക്കുമെന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടൊരു വർഷത്തിലേക്ക് കടക്കുമ്പോ ചിന്തിക്കേണ്ടത്, കഴിഞ്ഞ ഒരു വർഷത്തെ ഞാൻ എങ്ങനെയാണ് വിനിയോഗിച്ചത്, നാളെ എന്റെ റബ്ബിന് വേണ്ടി ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് മാറ്റിവെച്ചത് എന്നും നമ്മൾ കൃത്യമായി കൂടി ചിന്തിക്കുക. മാത്രമല്ലോ പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നന്നായി ഒരുങ്ങുവാൻ വേണ്ടി കൽപ്പിച്ചു. ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ എത്രത്തോളം നമ്മൾ ശ്രദ്ധ കാണിക്കും, ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ എത്രത്തോളം ശ്രദ്ധ കാണിക്കും, നമ്മുടെ വീട്ടിലൊരു പ്രത്യേകമായ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ നമ്മൾ എത്രത്തോളം അതിനെ ഗൗരവത്തിൽ നമ്മൾ എടുക്കും, അതിനേക്കാൾ വലിയ ഒരു ഒരുക്കം വേണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് പറയാൻ, കുന്നാ മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജിനാസ. ഞങ്ങൾ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു ജനാസയുടെ അടുത്ത് ഇരിക്കുകയാണ്. ഫജലസ അലാ ശഫീരിൽ ഖബർ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖബറിന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന്, ആ മയ്യത്ത് ഇറക്കി വെച്ച ഖബറിന്റെ അടുത്തിരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി കൊണ്ട് കരയുകയാണ്. പ്രിയപ്പെട്ടവരെ, മയ്യത്ത് കാണുമ്പോ കരയാൻ, ഖബർ കാണുമ്പോ കരയാൻ, അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കുമ്പോ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞു. ഫബകാ ഹത്താ ബല്ലസറാ, അവിടെയുള്ള മണ്ണ് നനയുന്നത് വരെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരധാരയായിക്കൊണ്ട് കണ്ണുനീരിങ്ങനെ പൊഴിക്കുകയാണ്. സുമ്മഖാൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സ്വഹാബാ, യാ ഇഖ്വാനി ലിമിസ്ലി ഹാദാ ഫഅദ്ദൂ, ഇങ്ങനെയുള്ള ഒരു ഒരുക്കത്തിന് വേണ്ടി സ്വഹാബാ നിങ്ങളും ഒരുങ്ങി നിൽക്കണേ എന്നുള്ളതാണ്. നമ്മുടെ മരണവാർത്ത എല്ലാവരും അറിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആളുകൾ നമ്മളെ കാണാൻ വേണ്ടി വരും. അവസാനമായിട്ട് നമ്മളെ ഒരു നോക്ക് കാണാൻ വേണ്ടി വരും. ചില ആളുകൾ നമ്മുടെ മരണവാർത്തയിൽ സന്തോഷിക്കും, മരിച്ചല്ലോ, രക്ഷപ്പെട്ടു. ചില ആളുകൾ ദുഃഖിക്കും. അതൊക്കെ നമ്മുടെ പെരുമാറ്റം വരെയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ആഖിബത്ത് നൽകി റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ആ മരണത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി ഏറ്റവും നല്ല ബുദ്ധിമാൻ ആരാ? അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, ഏറ്റവും നല്ല ബുദ്ധിമാനായിട്ടുള്ള ആൾ ആരാണെന്ന് നമ്മളോട് ഒരു പക്ഷെ ചോദിച്ചാൽ നമുക്ക് ഒരുപാട് മറുപടി ഒരു പക്ഷെ പറയാനുണ്ടാകും. എന്നാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൃത്യമായ ഡെഫിനിഷൻ, വിശദീകരണം നൽകിയിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, സത്യവിശ്വാസികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഹ്സനുഹും ഖുലുഖാ, ഏറ്റവും നല്ല സൽ സ്വഭാവത്തിന്റെ ഉടമയായി ആരുണ്ടോ അവനാണ് മുഅ്മിനീങ്ങളിൽ വെച്ച് ഏറ്റവും അഫ്ളലായിട്ടുള്ള മനുഷ്യർ. സഹാബത്ത് വീണ്ടും ചോദിച്ചു, ഫഅയ്യുൽ മുഅ്മിനീന അഖിയസ്, ഏറ്റവും നല്ല ബുദ്ധിമാനായ വിശ്വാസി ആരാണ് നബി എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അക്സറുഹും ലിൽ മൗതി ദിക്റാ, മരണത്തെക്കുറിച്ച് ധാരാളമായിട്ട് ഓർക്കുന്നവൻ. മരണത്തെക്കുറിച്ച് ധാരാളമായിട്ട് ഓർക്കുക. ഏത് നിമിഷത്തിലും മരണത്തെക്കുറിച്ച് ആലോചിക്കുക. മാത്രമല്ല, ആ മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നന്നായി ഒരുക്കുന്നവനില്ലേ, അവനാണ് യഥാർത്ഥ ബുദ്ധിമാനെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഈ ഒരു വർഷം നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോ നമ്മൾ ആലോചിക്കണം, പടച്ചോനെ, ഈ ഒരു വർഷം ദുനിയാവിന് വേണ്ടിയിട്ടാണോ ഞാൻ കൂടുതൽ സമയം ചെലവഴിച്ചത്, അതല്ല പരലോകത്തിന് വേണ്ടിയിട്ടാണോ? ചെറിയൊരു ചോദ്യം നമ്മളോട് ചോദിക്കുക. ഇപ്പൊ ഇന്നത്തെ സുബഹി നമസ്കാരം നമ്മൾ കേച്ചേരി സലഫി മസ്ജിദിലെ ഖുത്ബ ശ്രവിക്കുമ്പോ, ഞാൻ ഈ ഖുത്ബ പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കുക, ഞാൻ ഇന്ന് സുബഹി ജമാഅത്തായി കൊണ്ട് നമസ്കരിച്ചു ഇല്ലെങ്കിൽ? പ്രിയപ്പെട്ടവരെ, അത് ഗൗരവപ്പെട്ട വിഷയമാണ്. ഈ ജുമഅക്ക് ശേഷം പടച്ചോനെ ഞാനെങ്ങാനും മരണപ്പെട്ടാൽ എന്റെ ഖബർ ജീവിതം എപ്രകാരമായിരിക്കും? ഈ സന്ദർഭത്തിൽ ആവാനും ആലോചിക്കേണ്ട പ്രിയപ്പെട്ടവരെ, മരണത്തെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരൊറ്റ വചനം മതി നന്നാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്. ഒരു മൈക്രോ സെക്കൻഡ് പോലും പടച്ചിറപ്പ് നമുക്ക് ബന്ധിപ്പിച്ചില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും അല്ലാഹു നമുക്ക് നൽകിയ വലിയ ഒരു നിഅമത്ത്. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ആരോഗ്യത്തിന്റെ വില നമ്മൾ അറിയപ്പെടാൻ എപ്പോഴാ പ്രിയപ്പെട്ടവരെ ആരോഗ്യത്തിന്റെ വില നമ്മൾ അറിയുക? നമ്മുടെ രോഗം പിടികൂടുമ്പോഴാണ്.
ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മുടെ കാല് വെക്കുമ്പോ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രക്രിയയുടെ വികാസം എത്രയുണ്ട് എന്ന് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മളെ കൈ പൊന്തുന്നുണ്ട് എങ്കിൽ ഈ ശരീരത്തിൽ നടക്കുന്ന പ്രക്രിയ എത്രയാണ്? ഓരോ അവയവങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ഡ്യൂട്ടി കൊടുത്തിരിക്കുകയാണ്. ആ ഡ്യൂട്ടി എങ്ങാനും ഒരു മിനിറ്റ് നേരത്തിന് വേണ്ടി ഒരല്പനേരം റെസ്റ്റ് എടുത്താൽ നമ്മൾ എവിടെ എത്തും? നമ്മുടെ അവസ്ഥ ആലോചിക്കേണ്ടതല്ലേ പ്രിയപ്പെട്ടവരെ? എത്ര ആളുകൾ വളരെ സിമ്പിളായിട്ടൊക്കെ സംസാരിക്കുന്ന കേൾക്കാൻ കഴിയും. അതെന്താണെന്നറിയോ? ആരോഗ്യത്തിന്റെ വില മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ്. രണ്ട് അനുഗ്രഹങ്ങളിൽ മനുഷ്യർ വഞ്ചിതരാണ്. എത്ര സത്യമാണ് പ്രിയപ്പെട്ടവരെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു വാചകം. ഏതൊക്കെയാണെന്നറിയുമോ? ഒന്നാമത്തത് അസ്ഹത്താണ്, ഒന്നവന്റെ ആരോഗ്യമാണ്. ആരോഗ്യം ഉണ്ടാകുമ്പോൾ അതിന്റെ വില നമ്മൾ അറിയുന്നില്ല. നമ്മൾ വിചാരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ നടക്കുന്നു, ഓടുന്നു, ചാടുന്നു. പക്ഷേ ആ കൈകാലുകൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം സംഭവിച്ചാൽ പ്രിയപ്പെട്ടവരെ പിന്നെ അതിന് സാധ്യമല്ലല്ലോ. അത് റബ്ബ് നൽകിയ അനുഗ്രഹമാണ്, വഞ്ചിതരാകരുത്. അതുപോലെ തന്നെ വൽ ഫറാഹ്, അവന്റെ ഒഴിവ് സമയം. എത്ര സമയം ആളുകൾക്ക് കിട്ടുന്നുണ്ടെന്നറിയോ? എന്താ പരിപാടി? പരിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു വചനം പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടോ? തഫ്സീർ ഒന്നെടുത്ത് വായിക്കാൻ. അപ്പൊ നമ്മളൊക്കെ കരുതിയിരിക്കണം എന്താ? ഇൻഷാ അല്ലാഹ് റമളാൻ വരട്ടെ, റമളാനിൽ നന്നാകാം അല്ലേ? റമളാൻ വന്നിട്ട് ഒന്ന് ഉഷാറാകണം. റമളാനിൽ നമ്മൾ എത്തുമെന്ന് നമുക്ക് ആർക്കറിയാം പ്രിയപ്പെട്ടവരെ? ഒരു പക്ഷേ റമളാൻ എത്തുന്നതിന്റെ മുമ്പ് നമ്മൾ ഈ ലോകത്തോട് വിട പറഞ്ഞാലും അമൽ ചെയ്യാനുള്ള അവസരം നഷ്ടമായില്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ രണ്ട് അനുഗ്രഹങ്ങൾ അസ്ഹത്ത് വൽ ഫറാഹ്, ഒന്നവന്റെ ആരോഗ്യമാണ്, മറ്റൊന്നവന്റെ ഒഴിവ് സമയമാണ്. എത്രയോ ആളുകൾ സോഷ്യൽ മീഡിയകളിലൂടെ സമയം ചെലവഴിക്കുകയാണ്. അതിന്റെ അർത്ഥം അതൊന്നും വേണ്ടാന്നല്ല, അതൊക്കെ നമുക്ക് ആവശ്യമാണ്, ഉപയോഗിക്കണം. പക്ഷേ നിസ്കാരത്തെ മാറ്റിവെച്ചുകൊണ്ട്, ദിക്റുകളെയും അദ്കാറുകളെയും മാറ്റിവെച്ചുകൊണ്ട് 24 മണിക്കൂറും അതിന്റെ പിന്നിൽ ചെലവഴിക്കുന്ന ഒരു സിസ്റ്റം നമുക്കുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഒഴിവാക്കണം. നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം, ബാക്കിയുള്ള സമയം ആവശ്യത്തിനത് നമ്മൾ ഉപയോഗിക്കുക. ഒഴിവ് സമയത്തെ കൃത്യമായി വിനിയോഗിക്കേണ്ടവരാണ് വിശ്വാസി. അതുകൊണ്ട് വിശ്വാസികളെ, പുതുവർഷം എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആഘോഷിക്കുവാനുള്ളതല്ല, ചിന്തിക്കുവാനുള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ എല്ലാം നമ്മുടെ ചിന്തകളെ നമ്മൾ കൊണ്ടുപോകുക. നല്ല ഒരു തുടക്കത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും അസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കാനിരിക്കുമ്പോൾ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിചാരണയെ സംബന്ധിച്ച് നമ്മൾ ആരും മറക്കാൻ പാടുള്ളതല്ല.
നമുക്ക് നൽകിയ സമ്പത്തിനെ കുറിച്ച്, ആയുസ്സിനെ കുറിച്ച്, അറിവിനെ കുറിച്ച് എല്ലാം നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കും. അതുകൊണ്ട് തന്നെ ശരീരത്തിലെ അഴുക്കുകളെ വൃത്തിയാക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അതിനേക്കാൾ ഉപരി നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. എത്രയോ ആളുകൾ അവരുമായി ബന്ധപ്പെട്ട ആളുകളോട് പ്രയാസത്തോടുകൂടി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മനസ്സിൽ വെറുപ്പ് വെച്ച് നടക്കുന്ന ആളുകൾ. പ്രിയപ്പെട്ടവരെ, തൗബ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. തൗബയില്ലാത്ത ഒരു ജീവിതം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആലോചിക്കാൻ കഴിയില്ല. രാവിലെ മുതൽ ഇന്നീ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നതിന്റെ തൊട്ട് നിമിഷം വരെ നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മുടെ കാലുകൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടൊരു പക്ഷേ ചെറിയ ചെറിയ തെറ്റുകൾ നമ്മിലേക്ക് വന്നു പോയിട്ടുണ്ടാകണം. അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തീരുമാനാകട്ടെ. അപ്പൊ അത് അള്ളാഹുവിങ്കലേക്ക് ഏറ്റു പറയാൻ നമുക്ക് സാധ്യമാകണം. എങ്ങനെയാണ് പറയേണ്ടത്? ആത്മാർത്ഥമായി. അള്ളാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. സത്യവിശ്വാസികളെ, നിങ്ങൾ ആ റബ്ബിങ്കലേക്ക് നിങ്ങൾ ആത്മാർത്ഥമായി കൊണ്ട് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങണം. മറ്റൊരു ഭാഗത്ത് റബ്ബ് പറഞ്ഞത്, വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ വിജയികളായേക്കാമെന്നാണ്. നമുക്ക് പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അല്ലാഹുവിങ്കലേക്ക് തൗബ ചെയ്ത് നമ്മൾ മടങ്ങുക. അതുപോലെ തന്നെ നിർബന്ധ ബാധ്യതകളെ നമ്മൾ കൃത്യമായി കൊണ്ട് നിർവഹിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ആത്മവിചിന്തനം പ്രിയപ്പെട്ടവരെ ഈ ഒരു ഡിസംബർ മാസത്തിന്റെ അവസാനത്തിൽ നമുക്ക് അനിവാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മുടെ നിലപാട് എന്താണ്? എത്രയോ ആളുകൾ സുബഹി മാത്രം നിസ്കരിക്കുന്ന ആളുകൾ, അവർക്ക് ളുഹറും അസ്റും മഗ്രിബും ഇശാഉം ഇല്ല. ചില ആളുകൾക്ക് മഗ്രിബ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള നിസ്കാരം അവർക്കില്ല. ഈ രൂപത്തിലുള്ള ഒരു ജീവിത രീതിയാണെങ്കിൽ പ്രിയപ്പെട്ടവർ, നമ്മൾ അതിൽ നിന്ന് മാറണം. നമ്മളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ ഏകദേശം നമ്മൾ റബ്ബിന്റെ മുമ്പിൽ നമ്മളോട് നിൽക്കാൻ പറഞ്ഞ സമയം വളരെ തുച്ഛമായ സമയമാണ്. ഏറി വന്ന ഒരു 20-25 മിനിറ്റ് അല്ലെ? ഇനി ഒരു അരമണിക്കൂർ നിങ്ങൾ കൂട്ടിക്കോളി. ആ ഒരു അരമണിക്കൂർ അള്ളാഹ്ക്ക് വേണ്ടി മാറ്റിവെച്ചാൽ ഖൈറ് പ്രിയപ്പെട്ടവരെ നമുക്കാണ്. ഖൈറ് നമുക്കാണ്. ഒരാൾ നമ്മെ സഹായിക്കാൻ ആളെ പരലോകത്ത് വരുന്നില്ല. ഇവിടെ എത്ര സമ്പത്ത് നൽകി സഹായിച്ച ഉമ്മയാകട്ടെ, ഉപ്പയാകട്ടെ, ആരാകട്ടെ, ഉമ്മാനോട് പോയിട്ട് നാളെ പരലോകത്ത് പോയിട്ട്, ഉമ്മ നിങ്ങൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത വ്യക്തിയല്ലേ, ഒരു അമൽ എനിക്ക് തരുമോ എന്ന് ചോദിച്ചാൽ ഒരു ഉമ്മയും ഒരു ഉപ്പയും ഒരു മകനും പ്രിയപ്പെട്ടവരെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് പരലോകത്തിന്റെ അവസ്ഥ. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്ന് നമുക്ക് കാവലുണ്ടാകണമെങ്കിൽ, നമുക്ക് രക്ഷയുണ്ടാകണമെങ്കിൽ നമസ്കാരത്തിന്റെ വിഷയത്തിൽ പ്രത്യേകമായ ശ്രദ്ധ നമ്മൾ കാണിക്കുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനുമായി കൊണ്ടുള്ള ബന്ധം നമ്മൾ സുദൃഢമാക്കുക. ദിവസത്തിൽ ഒരൊറ്റ പേജെങ്കിലും, ഒരര പേജെങ്കിലും ഞാൻ ഖുർആൻ ഓതുമെന്നുള്ള പ്രതിജ്ഞ എടുക്കുക, നല്ല നിയ്യത്തെടുക്കുക. അതിന് പ്രത്യേകമായ സമയം നമ്മൾ, നമ്മുടെ ഒഴിവ് സമയം എപ്പോഴും നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് പരിശുദ്ധ ഖുർആനിലെ അല്പവചനങ്ങൾ ഞാൻ എല്ലാ ദിവസവും ഓതും എന്നുള്ള ഒരു ആത്മാർത്ഥമായ തീരുമാനം പ്രിയപ്പെട്ടവരെ നമ്മൾ എടുക്കുക. റബ്ബിലേക്ക് തവക്കലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങൾ പ്രവർത്തിക്കുവാൻ, കൂടുതൽ കൂടുതൽ ഇബാദത്തുകളിൽ മത്സരിക്കുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രഗത്ഭ പണ്ഡിതൻ ഹാരിസ് ബുൽസരി, നമ്മളൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും, ചില ശാരീരിക പ്രയാസങ്ങൾ കാരണം അദ്ദേഹത്തെ ഹോസ്പിറ്റലാക്കുകയും അങ്ങനെ ICUയിലെത്തുകയും ഇപ്പോ ശമനം കിട്ടി ICUയിൽ നിന്ന് പുറത്ത് ആക്കിയിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. നമ്മളോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഭവിച്ചിട്ടുള്ള രോഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശമനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
അദ്ദേഹത്തിൽ ഭവിച്ചിട്ടുള്ള പ്രയാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ രോഗികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന, അവരെ പരിപാലിക്കുന്ന നല്ല സന്താനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي